യേഷാം ഭൂതാനോ പൃഥിവീരസാ പൃഥിവ്യോ ആപഃ രസാ ആപ ഔഷധയനീനാം രസാ ഔഷധയനീനാം പുരുഷോ രസാ പുരുഷ വാഗ്രസാ വാച ഋഗ്രസാ ഋജസാമരസാ സാംനോ ഉദ്ഗീധോ രസാ. ചതുർവേദങ്ങളിൽ സംഗീതപ്രധാനമായ സാമവേദത്തിൽ ഉൾപ്പെടുന്ന ചാന്തക്യോപനിഷത്തിന്റെ 1-ാം അധ്യായത്തിൽ 2-ാമത്തെ അനുവാകമായി വരുന്ന ഈ ശ്ലോകം ഓംകാരമാകുന്ന പ്രണവമന്ത്രത്തിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. പരാപരാത്മകമായ ഈ ഭൂതങ്ങളുടെയെല്ലാം രസം പൃഥിയും, പൃഥിയുടെ രസം ജലവും, ജലത്തിന്റെ രസം ഔഷധികളും, ഔഷധികളുടെ രസം പുരുഷനും, പുരുഷന്റെ രസം വാക്കും, വാക്കിന്റെ രസം ഋക്കും, ഋക്കിന്റെ രസം സാമവും, സാമത്തിന്റെ രസം പ്രണവമാകുന്ന ഓംകാരവുമാകുന്നു. ലോകത്തിന്റെ രസം ഭൂമിയാണ്. സർവേശ്വരനായ ഭഗവാൻ അവതരിക്കുന്നതും ഈ ഭൂമിയിലാണ്. തത്ക്ഷേത്രം യച്ഛയാദൃച്ഛ യദ്വികാരി യദച്ഛയത് സചയോ യത്പ്രഭാവശ്ച തസ്മാസേന മേ ശൃണുഃ. ക്ഷേത്രായനം ക്ഷേത്രായനം. അനേക കോടി വർഷങ്ങളായി ഈ അണ്ഡകടാഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സർവവ്യാപിയായ വിഷ്ണു ഭഗവാൻ ഇഹപരലോകങ്ങളുടെ സ്ഥിതികാരകനാണ്. പ്രപഞ്ചത്തിന്റെ അടിത്തട്ടിലെ പാലാഴിയിൽ പള്ളികൊള്ളുന്ന അനന്തശായിയായ വിഷ്ണു പരമാത്മാവ് ഭൂപുരത്തിൽ ധർമ്മം സ്ഥാപിക്കുവാനായി യുഗങ്ങൾ തോറും അവതാര രൂപങ്ങൾ കൈക്കൊള്ളുന്നു. വിഷ്ണു ഭഗവാന്റെ തിരു അവതാര രൂപങ്ങളിലൊന്നായി ത്രേതായുഗത്തിൽ പ്രത്യക്ഷപ്പെട്ട വാമനൻ പരമാധരണീയനായ പഞ്ചമാവതാരമാണ്. വാമനാവതാരം കഥ ഭാഗവതത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥയാണ്. മഹാബലിയെ ചവിട്ടിത്താത്തി എന്നൊക്കെ ചിലർ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. പക്ഷെ വാസ്തവത്തിൽ മഹാബലിയെ അനുഗ്രഹിക്കാനുണ്ടായിരുന്ന ഭഗവാൻ. അത് ആണ് മഹാബലിയുടെ വാക്കുകൊണ്ട് തന്നെ സമർത്ഥിക്കാൻ സാധിക്കും. നാരായണീയത്തിൽ ആ ഭാഗം വരുന്നുണ്ട്. ശുക്രമഹർഷി പറഞ്ഞു കൊടുക്കാൻ പാടില്ല, മുതലൊക്കെ തട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു അവതാരമായിട്ട് വന്നേക്കണതാണ്, കൊടുക്കരുതെന്ന് പറഞ്ഞു ശുക്രമഹർഷി, സാക്ഷാ ഗുരുനാഥൻ. അപ്പോൾ മഹാബലി പറയാണ്, യാചത്യേവം യദി സ ഭഗവാൻ പൂർണ്ണകാമോസ്മി സോഹം ദാസ്യാമ്യേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോപി ദൈത്യ വിന്ധ്യാവല്യാ നിജദൈതയാ ദത്തപാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലമപി സ പ്രാർപ്പയത്തോയപൂർവം. യാചത്യേവം യതി സ ഭഗവാൻ. ആ സാക്ഷാ ജഗദീശ്വരനായിട്ടുള്ള മഹാവിഷ്ണുവാണ് വാമനമൂർത്തിയായിട്ട് അവതരിച്ചിട്ട് എന്നോട് യാചിക്കണമെങ്കിൽ ദാസ്യാമ്യേവ സ്ഥിരം, ഞാൻ തീർച്ചയായിട്ടും കൊടുക്കും. കാവ്യശബ്ദോപി, ശുക്രമഹർഷി ശപിച്ചു, എൻ്റെ മുതലൊക്കെ പോട്ടെ എന്ന് ശപിച്ചു. എന്നാലും അദ്ദേഹത്തിന് ഇളക്കണ്ടായില്ല. എന്നിട്ട് ഇവന് എന്താണ്ടായേ? വിന്ധ്യാവല്യാ നയദൈതയാ, തൻ്റെ ഭാര്യയായിട്ടുള്ള വിന്ധ്യാവലി ദത്തപാദ്യായ തുഭ്യം, അവിടത്തേക്ക് ഇതാ വെള്ളത്തോടു കൂടി ഭൂമിദാനം ചെയ്യണു. അങ്ങനെ മഹാബലിയും ഉറപ്പിച്ചിട്ടാണ് എൻ്റെ സകല സ്വത്ത് എന്താ ഞാൻ സമർപ്പിക്കണു എന്ന് ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ടാണ്. ചിത്രം അത്ഭുതം അത്ഭുതം എന്ന് സകലാളും പറയാൻ തക്കണ രീതിയിലുള്ള ഒരു വിശേഷപ്പെട്ട ദാനമാണ് മഹാബലി ഭഗവാന് സമർപ്പിച്ചത്. ഉള്ളതെല്ലാം തനിക്ക് ദാനമായി നൽകിയ മഹാബലിയെ മഹാവിഷ്ണു ദേവന്മാർ പോലും കൊതിക്കുന്ന സുതല ലോകത്തിലേക്ക് എത്തിക്കുകയും 7-ാമത്തെ മന്വന്തരം വരെ അദ്ദേഹത്തിന്റെ ഗോപുരം കാവൽക്കാരനായിരിക്കാമെന്നും 8-ാമത്തെ മന്വന്തരത്തിൽ ഇന്ദ്രനിൽ നിന്ന് ത്രൈലോക്യം തിരികെ വാങ്ങി മഹാബലിക്ക് നൽകി അദ്ദേഹത്തെ ഇന്ദ്രതുല്യനാക്കി തീർക്കാമെന്നും അരുളി ചെയ്തു മറഞ്ഞു. കരുണാമയനും ദാനശീലനും സ്ഥിരപ്രജ്ഞനുമായ വിഷ്ണു ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ പ്രകാശിപ്പിക്കുന്ന ധന്യമായ അവതാരമാണ് വാമനമൂർത്തി.
മഹാവിഷ്ണുവിന്റെ ദേവരൂപത്തിലുള്ള ആദ്യാവതാരമായ വാമനമൂർത്തിയെ കലിയുഗത്തിൽ ആരാധിക്കുന്നത് കരണീയമാണ്. എന്നാൽ കേരളദേശത്ത് അപൂർവമായി മാത്രമേ വാമനമൂർത്തി ക്ഷേത്രങ്ങൾ കാണപ്പെടുന്നുള്ളൂ. അപൂർവമെങ്കിലും കാലിക പ്രാധാന്യമുള്ള വാമനാവതാര സ്വരൂപത്തെ കണ്ടു വണങ്ങുവാനുള്ള അസുലഭ നിമിഷങ്ങൾക്ക് സാക്ഷിയായ ക്ഷേത്രായനം ആ അനുഭവങ്ങൾ മാന്യപ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. ക്ഷേത്രായനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് തൃശൂരിലെ പെരുമ്പള്ളിശ്ശേരിയിലുള്ള മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ്. തൃശൂരിലെ പുരാതന പുണ്യസ്ഥലികളിലൊന്നായ പെരുവനം ഗ്രാമത്തിലെ മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രം വേദമുറങ്ങാത്ത വൈഷ്ണവാരാധനാ കേന്ദ്രമാണ്. സത്യദ്രഷ്ടാക്കളായ മഹാമുനിമാരുടെ അനുഭവങ്ങൾ വാഗ്രൂപത്തിൽ രേഖപ്പെടുത്തിയ വേദങ്ങൾ ആവോളം കേട്ടിട്ടും മതിവരാത്ത ചിദാനന്ദ സ്വരൂപനാണ് മിത്രാനന്തപുരം വാമനമൂർത്തി. മന്ത്രദ്രഷ്ടാക്കളായ മുനിമാരുടെ വാഗർദ്ധസമ്പന്നമായ വേദാലാപന യജ്ഞത്തിൽ സംപ്രീതനായ വാമനാവതാരം വേദാഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ശ്രീലകത്ത് സാന്നിധ്യമാകുന്നു. തന്റെ 2 അടി കൊണ്ട് മഹർലോകവും ജനലോകവും തപോലോകവും അളന്നിട്ട് ഭീമാകാരം പൂണ്ട വാമനമൂർത്തിയല്ല, മറിച്ച് ഉപനയനം കഴിഞ്ഞ ഉണ്ണിയുടെ സങ്കല്പത്തിലുള്ള ഉപാസനാമൂർത്തിയായാണ് ഇവിടെ സന്നിഹിതനായിരിക്കുന്നത്. ശൈശവത്തിൽ വേദവിദ്യാഭ്യാസം തുടങ്ങിയ വാമനാവതാരമൂർത്തിയായ ഈ ഉണ്ണിക്ക് എപ്പോഴും വേദം കേട്ടുകൊണ്ടിരിക്കുന്നതാണിഷ്ടം. ക്ഷേത്രത്തിലെത്തുന്ന കുട്ടികളാണ് ഉണ്ണിയുടെ കൂട്ടുകാർ. വേദമന്ത്രോച്ചാരണ മുഖരിതമായ ഓത്തമ്പലത്തിൽ ഉണ്ണി കൂട്ടുകാർക്കൊപ്പം വന്നിരിക്കും എന്നതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ദേവന്റെ ഇഷ്ടവഴിപാട് ഓത്തുകൊട്ടെന്ന വേദമന്ത്ര ജപമാണ്. സാധാരണ ക്ഷേത്രങ്ങളിലേതുപോലെ നിത്യവും ഇവിടെ മണികൊട്ടി പൂജ നടത്തപ്പെടുന്നില്ല. പൂജയ്ക്ക് ദേവന്റെ ഇഷ്ട നൈവേദ്യം 1 കുടം പാലുകൊണ്ടുള്ള പാൽപായസമാണ്. വാമനമൂർത്തി പ്രധാന ദേവതയായി സന്നിഹിതനായിരിക്കുന്നതിനാൽ ഭൂദാനവും ഭൂമിപൂജയും ഇവിടെ പ്രധാന വഴിപാടുകളാണ്. ഇവിടെ ഭൂമിദാനം എന്നുള്ളൊരു വഴിപാടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് മണ്ണ് ആ മണ്ണ് നിറച്ചിട്ട് ഭഗവാൻ സമർപ്പിക്കുക. ഇതാ എൻ്റെ ഭൂമി അവിടത്തേക്ക് ദാനം ചെയ്യണു. അവിടുന്ന് ഭൂമിദാനത്തിന് വേണ്ടിയിട്ടാണല്ലോ മഹാബലി അടുക്ക പോയി. ആ സ്മരണ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും അപശകുനങ്ങൾ ഉണ്ടായാൽ അതിന് പരിഹാരമായിട്ട് ചെയ്യാറുണ്ട്. എത്രയാണ് അതിന് ഫലം എന്ന് കണക്കില്ല. എത്രയാകലെന്ന് ആളുകൾ ഈ ദാനം ഇവിടെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നു.